നമുക്കിന്ന് എങ്ങനെ ഒരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കണമെന്ന് നോക്കാം. വീട്ടിൽ വേറെ വെജിറ്റബിൾസ് ഒന്നുമില്ല, മത്തങ്ങ മാത്രം ഉള്ളെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ് മത്തങ്ങ സാമ്പാർ. കുക്കറിലാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ഗ്ലാസ് തൂവരപ്പരിപ്പ് നല്ല കഴുകി വൃത്തിയാക്കിയത് നമുക്ക് ഈ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഞാൻ വലിയ പീസസ് ആയിട്ടാണ് മത്തങ്ങ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, പച്ചമുളക് ഞാൻ ഇങ്ങനെ കീറിയാണ് ഇട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഞാനിവിടെ വാളംപുളി ഒരു 15 മിനിറ്റ് ഇതുപോലെ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വാളംപുളിയുടെ വെള്ളവും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മത്തങ്ങ പീസസൊക്കെ മുങ്ങി നിൽക്കും വിധം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് 2 വിസിലടിക്കുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു ചട്ടി വയ്ക്കുക. അത് നന്നായി ചൂടാകുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 10-15 ചെറിയ ഉള്ളി നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ മാത്രം സവോള ചേർക്കുക. ചെറിയ ഉള്ളി ആയിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അതേപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുക്കറിൽ 2 വിസിലടിച്ച് അതിൻ്റെ പ്രഷറൊക്കെ പോയി തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ പരിപ്പും മത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലായിരിക്കണം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയൊക്കെ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഇപ്പം നമ്മുടെ സാമ്പാറിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. കുറച്ചൊന്ന് ലൂസാക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരുന്ന ഉള്ളിയും തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ സാമ്പാർ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ശർക്കരയും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ സാമ്പാറിന്. ഇപ്പോൾ സാമ്പാറിൻ്റെ നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. കൂടുതൽ കട്ടിയില്ല, എന്നാൽ കൂടുതൽ വെള്ളം പോലെയും അല്ല. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് കടുക് താളിച്ചൊഴിക്കുക. അതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 8 മണി ഉലുവ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ വറ്റൽ മുളക്, കറിവേപ്പില, അതേപോലെ തന്നെ ഇത്തിരി കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലായിരിക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ മത്തങ്ങ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് സാമ്പാറാണ് മത്തങ്ങ സാമ്പാർ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.